മാത്യു ടി തോമസിനെ ജെഡിഎസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയെന്ന് സി.കെ. നാണു. ഇത് സംബന്ധിച്ച് എൽ.ഡി.എഫിന് കത്ത് നൽകും. മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും ഇനി മുതൽ പാർട്ടി അംഗമല്ലെന്നും ഇരുവരെയും മുന്നണി യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നും ആവശ്യപ്പെടുമെന്നും സി.കെ. നാണു പറഞ്ഞു. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഇനി പാർട്ടി അംഗങ്ങളല്ല. എൽ.ഡി.എഫ് യോഗത്തിൽ ഇരുവരെയും ജെ.ഡി.എസ് പ്രതിനിധികളായി പങ്കെടുപ്പിക്കില്ലെന്നും സി.കെ. നാണു വ്യക്തമാക്കി. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന കാര്യം ആവശ്യപ്പെടില്ല. എൽ.ഡി.എഫ് ആണ് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. കൊടിയും ഓഫീസും ചിഹ്നവും ഔദ്യോഗിക വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത് പാർട്ടിയുടെ കൂടെ നിൽക്കാത്തത് തെറ്റാണെന്നും സി.കെ. നാണു പറഞ്ഞു. അധികാരത്തിലുള്ള 2 MLA-മാരുള്ള പാർട്ടി ഒരു 1-2 ദിവസം മുമ്പ് ഒരു യോഗം ചേർന്ന് അവർ ജനതാദളുമായുള്ള ബന്ധങ്ങളെല്ലാം വേർപെടുത്തിയിരിക്കുന്നു, ഞങ്ങളുമായുള്ള ബന്ധവും വേർപെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവർ പരിപൂർണമായി ഒരു വ്യത്യസ്തമായ നിലപാടിലേക്കാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഒരു കക്ഷി എന്ന നിലക്ക് ഈ കക്ഷിയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രൂപത്തിലേക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും, അതിനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയെ പുറത്താക്കിയതിനാൽ താനാണ് പുതിയ പാർട്ടി അധ്യക്ഷനെന്നും NDA വിരുദ്ധ JDS തങ്ങളാണെന്നും വ്യക്തമാക്കി LDF കൺവീനർ E.P. ജയരാജന് സി.കെ. നാണു കത്ത് നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കൊപ്പം സഖ്യമായി മത്സരിക്കുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ JDS കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചതോടെയാണ് പാർട്ടിയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. HD ദേവഗൌഡയുമായും സി.കെ. നാണുവുമായും സഹകരിക്കേണ്ടെന്ന് മാത്യു ടി തോമസ് വിഭാഗം നിലപാടെടുത്തിരുന്നു. നിയമസഭാംഗങ്ങളായ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ നടപടി ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വത്തിൽ തുടരും. മറ്റുള്ളവർ ഭാരവാഹിത്വം രാജിവെച്ചു. ഇതിന് പിന്നാലെയാണ് സി.കെ. നാണുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.